Hi all, welcome to Edumendo. In this video, we'll be learning how to write the program for LED blinking using the STEM32 microcontroller. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഗ്രീൻ കളറിലെ LED ലൈറ്റ്. ഇറ്റ് ഈസ് ബ്ലിങ്കിങ്. ടേൺ ഓൺ ആവും ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ് അത് ടേൺ ഓഫ് ആവും പിന്നെയും ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ് ഇറ്റ്സ് ടേണിംഗ് ഓൺ. അപ്പോൾ ഇതാണ് LED ബ്ലിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. So when we are using embedded C program, നമുക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് we can use the HAL libraries. HAL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ്വെയർ അബ്സ്ട്രാക്ഷൻ ലെയർ. HAL libraries യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ if you are not using the HAL libraries, we have to write the program like this. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗറിൽ കാണുന്നില്ലേ, ഇപ്പൊ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് രജിസ്റ്റർ ലെവൽ പ്രോഗ്രാം. നമുക്ക് രജിസ്റ്റർ ലെവൽ നോളേജ് ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് റൈറ്റ് ചെയ്യാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും പറ്റുള്ളൂ. ബട്ട് ഫോർ എ ബിഗിനർ ദിസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. സോ ഇതാണ് ഒരു രജിസ്റ്റർ ലെവൽ പ്രോഗ്രാം. ബട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് LED ബ്ലിങ്കിങ് പ്രോഗ്രാം യൂസിങ് HAL ലൈബ്രറീസ് ആണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പ്രീവിയസ് വീഡിയോയിൽ നമ്മളൊരു മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്താൽ അതിന്റെ പിൻസ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, കോഡ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, അതെല്ലാം ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാട്ടിയിരുന്നു. അപ്പോൾ ആദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പഠിക്കാം. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഹാവ് ടു ഫസ്റ്റ് വാച്ച് ദാറ്റ് വീഡിയോ ആൻഡ് ദെൻ കം ബാക്ക് ടു ദിസ് വീഡിയോ. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ന്യൂക്ലിയോ F446RE എന്ന് പറയുന്ന ഒരു ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമ്മുടെ LED വരുന്നത് PA5 എന്ന് പറയുന്ന പിന്നിലാണ്. സോ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ കാട്ടിയിരുന്നു വി സെറ്റ് ദിസ് പിൻ ആസ് ദ GPIO ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ ഇനി ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു LED-നെ ബ്ലിങ്ക് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, നമ്മളിപ്പോ ഈ ഒരു പിന്നിനെ ഔട്ട്പുട്ട് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു പിന്നിലോട്ട് സെറ്റ് എന്നുള്ള ഓപ്ഷൻ, അതായത് നമ്മളുടെ ആ ഒരു LED-നെ ഫസ്റ്റ് നമുക്ക് ഓൺ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു പുട്ട് ദ LED ഇൻ ഓൺ സ്റ്റേറ്റ്. ഓക്കെ, ഓൺ അല്ലെങ്കിൽ നമുക്ക് അതിനെ ഹൈ എന്ന് പറയാം, ഓർ നമുക്ക് എന്ത് പറയാം, ലോജിക് 1 എന്ന് പറയാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിൽ കുറച്ചു നേരം വെക്കാം. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് അസ്യൂം ദാറ്റ് വി ഹാവ് ടു പുട്ട് ഇറ്റ് ഫോർ 1 സെക്കൻഡ്. 1 സെക്കൻഡിന് ആ ഒരു LED നമ്മൾ ഓൺ ആക്കി വെക്കുക. ആഫ്റ്റർ 1 സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യണം, LED-നെ ഓഫ് ചെയ്യണം. ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ അതിനെ ലോ സ്റ്റേറ്റിൽ വെക്കുക, അതല്ലാന്നാണെങ്കിൽ ലോജിക് 0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ വെക്കാം. സോ ഓൺ ആക്കണതിന് നമുക്ക് സെറ്റ് എന്ന് പറയാം, അതേപോലെ ഓഫ് ആക്കണതിന് നമുക്ക് റീസെറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി റീസെറ്റ് ചെയ്തതിന് ശേഷം അഗെയിൻ വി ഹാവ് ടു വെയിറ്റ് ഫോർ 1 സെക്കൻഡ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് ജസ്റ്റ് അസ്യൂം ചെയ്യുന്നതാണ്, ഇറ്റ്സ് ഫോർ 1 സെക്കൻഡ്. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ചെയ്യാം. ഫോർ ദിസ് എക്സാമ്പിൾ വി ആർ കൺസിഡറിങ് 1 സെക്കൻഡ്. ഇനി 1 സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അഗെയിൻ വി ഹാവ് ടു ഓൺ ദ LED, വെയിറ്റ് ഫോർ 1 സെക്കൻഡ്, ദെൻ turn off the LED, wait for 1 second, and again we have to repeat this. So we have to repeat this forever. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഇൻ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ എഴുതുന്നത് വൈൽ ഓഫ് 1 എന്ന് പറയുന്ന ഒരു ലൂപ്പിന്റെ അകത്താണ്. അപ്പൊ ഇതിന്റെ അകത്ത് വേണം നമ്മൾ ഈ കോഡ് എഴുതാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിന്റെ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് PA5 എന്ന് പറയുന്ന പിന്നിന് നമ്മൾ ഔട്ട്പുട്ട് പിന്നായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ അതിലോട്ടേക്ക് ഒരു ഔട്ട്പുട്ട് വാല്യൂ കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് റൈറ്റ് പിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ റൈറ്റ് പിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എഴുതുന്നത് HAL_GPIO_write pin. ഓക്കെ, ഇതാണ് ഒരു ഫംഗ്ഷൻ. ഫംഗ്ഷന്റെ അകത്ത് 3 ആർഗ്യുമെന്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് പോർട്ട് നമ്പർ. നമുക്ക് PA5 എന്ന് പറയുന്നത് A എന്ന് പറയുന്ന പോർട്ടാണ്. So we have to write GPIO-A. A stands for PA5-ന്റെ A എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. കോമ, നെക്സ്റ്റ് സെക്കൻഡ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ദ നമ്പർ. PA5 എന്ന് പറയുന്നതിൽ 5 എന്ന് പറയുന്ന നമ്പർ ആണ് സെക്കൻഡ് ആർഗ്യുമെന്റ്. സോ റൈറ്റ് ഇറ്റ് ആസ് GPIO_pin_5. Now the third argument is the state. ഈ ഒരു പിന്നിന്റെ ഔട്ട്പുട്ട് സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ആ പിന്നിനെ നമുക്ക് സെറ്റ് ചെയ്യണം. ഐ മീൻ LED-നെ നമുക്ക് ഓൺ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെറ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്. സോ GPIO പിൻ സെറ്റ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലൈൻ വരുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ LED ഓൺ ആവും. ഇനി നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യണം, നമ്മൾ അസ്യൂം ചെയ്യുന്നത് 1 സെക്കൻഡ് LED ഓൺ ആയിരിക്കും എന്നുള്ളതാണ്. സോ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ഡിലേ ഓഫ് 1 സെക്കൻഡ്.
So for that we have a function delay. അപ്പോൾ ഡിലേ എത്ര സെക്കൻഡ് ആണെന്നുള്ളത് വി ആർ റൈറ്റിംഗ് ഇറ്റ് ഇൻ മില്ലി സെക്കൻഡ്. 1000 മില്ലി സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. സോ നമ്മൾ 1000 എന്നുള്ളത് കൊടുക്കുകയാണ്. സോ ദ LED വിൽ ബി ടേൺഡ് ഓൺ ഫോർ 1 സെക്കൻഡ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ടേൺ ഇറ്റ് ഓഫ്. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെ വി ആർ ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ്, ബട്ട് നൗ ദ സ്റ്റേറ്റ് ഓഫ് ദ LED ഷുഡ് ബി റീസെറ്റ്. അതായത് നമുക്ക് LED ഓഫ് ചെയ്യണം. സോ ദ സ്റ്റേറ്റ്മെന്റ് വിൽ ബി HAL GPIO റൈറ്റ് പിൻ, പോർട്ട് നമ്പർ കൊടുക്കുക, അതായത് GPIO A എന്ന് പറയുന്ന പോർട്ടാണ്. ദെൻ നമ്മളുടെ പിൻ നമ്പർ GPIO പിൻ 5 ആണ്. ഓൾ ദോസ് തിങ്സ് ആർ സെയിം. നൗ ദ തേർഡ് ആർഗ്യുമെന്റ് ഈസ് ഡിഫറെന്റ്. ഫസ്റ്റ് നമ്മൾ അതിനെ സെറ്റ് ചെയ്യാണ് ചെയ്തത്, ബട്ട് നൗ വി ആർ ഗോയിങ് ടു റീസെറ്റ് ഇറ്റ്. സോ GPIO പിൻ റീസെറ്റ്. ഓക്കെ, ഇപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ LED ഓഫ് ആയി. ഇനി ഓഫ് ആയി കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണം? അഗെയിൻ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് എ ഡിലേ ഓഫ് 1 സെക്കൻഡ്. ഇത് 1 സെക്കൻഡ് ഓഫ് ആയിരിക്കണം. സോ ദാറ്റ് 1000 മില്ലി സെക്കൻഡ് എന്ന് കൊടുത്തു. ഇപ്പൊ നമ്മളുടെ LED ഓഫ് ആയി. ഇനി എന്ത് വേണം? ഇനി അഗെയിൻ ഇത് ഓൺ ആവണം. അതായത് വി ആർ ഗോയിങ് ടു ഡു ദിസ് എൻറ്റയർ തിങ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് വി ആർ ഗോയിങ് ടു ഡു ഇറ്റ് ഇൻസൈഡ് ദ വൈൽ ലൂപ്പ്. While of 1. While of 1 എന്ന് പറയുമ്പോൾ it is an infinite loop. So we are going to repeat this forever. Okay, so I'll be showing that code. See, this is our code. While of 1 ന്റെ അകത്ത് HAL GPIO റൈറ്റ് പിന്നിൽ PA5 എന്ന് പറയുന്ന പിന്നിന് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു. ദെൻ വി ഇൻട്രൊഡ്യൂസ്ഡ് എ ഡിലേ ഓഫ് 1 സെക്കൻഡ്. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ആ പിന്നിനെ റീസെറ്റ് ചെയ്തു. സോ ദാറ്റ് ദ LED വിൽ ബി ടേൺഡ് ഓഫ്. അഗെയിൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ഡിലേ ഓഫ് 1 സെക്കൻഡ്. ദെൻ ദിസ് വിൽ ബി റിപ്പീറ്റഡ്. സെയിം പ്രോഗ്രാമിന് നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി വേറൊരു രീതിയിലും കൂടി എഴുതാൻ പറ്റും. അതായത് നമ്മളിവിടെ റൈറ്റ് പിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ടോഗിൾ പിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. HAL GPIO ടോഗിൾ പിൻ. അപ്പൊ ഈ ടോഗിൾ പിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഹിയർ വി വിൽ ബി ഹാവിംഗ് ഓൺലി 2 ആർഗ്യുമെന്റ്സ്. റൈറ്റ് പിന്നിൽ നമുക്ക് ഇവിടെ 3 ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നു. ഹിയർ ഫസ്റ്റ് ആർഗ്യുമെന്റ്, സെക്കൻഡ് ആർഗ്യുമെന്റ്, തേർഡ് ആർഗ്യുമെന്റ്. But here in case of toggle pin, we will be having only 2 arguments. And ആ arguments എന്ന് പറയുന്നത് ഏത് പിൻ ആണെന്നുള്ളത് കൊടുക്കാനാണ്. അതായത് GPIO A എന്ന് പറയുന്ന പോർട്ടാണ്. GPIO പിൻ നമ്പർ 5 ആണ്. So these 2 arguments ആണ് നമ്മൾ ടോഗിൾ പിൻ എന്നുള്ളതിൽ കൊടുക്കുന്നത്. ആൻഡ് ആ ഒരു ഫംഗ്ഷന്റെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്ന പിൻ ഏതാണ്? PA5 ആണ് ഈ ആർഗ്യുമെന്റ്സിൽ നമ്മൾ കൊടുത്തേക്കുന്നത് അല്ലെ. അപ്പോൾ ആ PA5 എന്ന് പറയുന്ന പിന്നിന് അതിന്റെ സ്റ്റേറ്റിന് ടോഗിൾ ചെയ്യും. ടോഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് അത് ഓൺ ആക്കും, പിന്നെ അത് ഓഫ് ആക്കും, പിന്നെ അത് ഓൺ ആക്കും, പിന്നെ അത് ഓഫ് ആക്കും. അത് ആ സ്റ്റേറ്റ് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറയുന്നതിന് പകരം ഈ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് 2 ഫംഗ്ഷൻസും കൂടി ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ടോഗിൾ ചെയ്യുന്നതിന്റെ ഇടയിൽ നമുക്ക് എന്ത് വേണം? ഡിലേ കൊടുക്കണം. സോ നമുക്ക് ഇവിടെ ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറയാം ഫോർ 1 സെക്കൻഡ്. അപ്പൊ ഇങ്ങനെയും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ഇറ്റ്. നമുക്ക് ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് എഴുതുന്നതിന് പകരം ജസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്സിൽ ഈ സെയിം പ്രോഗ്രാമിനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. If you have any doubt, you can just comment it down. And in the next video, we will see how we can interface a 7-segment LED display. So thank you for watching. Have a nice day.